إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم حتى إذا فتحت يأجوج ومأجوج وهم من كل حدب ينسلون واقترب الوعد الحق فإذا هي شاخصة أبصار الذين كفروا يا ويلنا قد كنا في غفلة من هذا بل كنا ظالمين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അന്ത്യനാൾ സംഭവിക്കുന്നതിൻ്റെ മുന്നോടിയായി നടക്കാനിരിക്കുന്ന മഹാസംഭവങ്ങളും അടയാളങ്ങളും വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആഗമനവും അതുപോലെ തന്നെ ദജ്ജാലിനെ മഹാനവറുകൾ വധിച്ചു കളയുന്നതുമായ സംഭവങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ പ്രഭാഷണത്തിൽ വിശദീകരിക്കപ്പെട്ടത്. സുഹൃത്തുക്കളെ, അതോടനുബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു വലിയ ഭീകരമായ ജനവിഭാഗം, അതിൻ്റെ പുറപ്പാടിനെ നാം ഗ്രഹിച്ചിരിക്കേണ്ടതുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ദജ്ജാലിന്റെ വധം നടന്നതിന്റെ ശേഷം യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീകരന്മാരായ ചില ആളുകൾ, അവരുടെ എണ്ണം വളരെ വലുതാണ്. ആഗോള വ്യാപകമായി അക്രമം അഴിച്ചുവിടുകയും ജനങ്ങളെ പൊറുതിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങളായിരിക്കും അവർ എന്ന് ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. അങ്ങനെ അക്രമങ്ങൾ അഴിച്ചുവിടുകയും അരാജകത്വം പ്രചരിപ്പിക്കുകയും ജനങ്ങളെ പീഡിപ്പിക്കുകയും പൊറുതിമുട്ടിക്കുകയും ചെയ്യുന്ന ഈ വൻ ശക്തി അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിലെ 96-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ആ വചനമാണ് നിങ്ങൾ ആദ്യമായി ഇവിടെ കേട്ട വചനം. ഹത്താ ഇദാ ഫുതിഹത് യഅ്ജൂജു വമഅ്ജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. യഅ്ജൂജ് മഅ്ജൂജ് തുറന്നുവിടപ്പെട്ടാൽ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, എല്ലാ ഊടുവഴികളിലൂടെയും അവർ കുഴപ്പക്കാരായിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇരച്ചിറങ്ങും എന്നാണ് പരിശുദ്ധ ഖുർആൻ ആ പറഞ്ഞതിന്റെ വ്യക്തമായ നിലക്കുള്ള വിവരണം. നാം മനസ്സിലാക്കുക, യഅ്ജൂജ് മഅ്ജൂജ് എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആൻ 2 സ്ഥലങ്ങളിൽ നടത്തി കാണുന്നു. ഒന്ന്, ഈ വിഭാഗം ആളുകൾ, ഈ യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന ജനവിഭാഗം ഭാഗികമായ നിലക്കുള്ള ഒരു പുറപ്പാട് വളരെ മുമ്പ് തന്നെ നടന്നതാണ്.
അഥവാ പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിനും എത്രയോ മുമ്പ് ഈ ഒരു ജനവിഭാഗം ഇങ്ങനെ ഒരു അക്രമികളായ ആളുകൾ ഒരു നാട്ടിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിലെ 93 മുതൽ 99 വരെയുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് ഇവിടെ പറയുന്നത്? ചുരമാർഗത്തിലൂടെ മറുനാട്ടിൽ നിന്ന് വന്ന് നിരന്തരമായി ഒരു നാട്ടിലെ ജനങ്ങളെ കൊല്ലുകയും കൊള്ള നടത്തുകയും ആളുകളെ തട്ടിക്കൊണ്ടുപോവുകയും ഭീതി പരത്തി ജനങ്ങളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുകയും ചെയ്തിരുന്ന അതിസാഹസികരും അതിക്രൂരന്മാരുമായിരുന്ന കുറെ ആളുകൾ ഒരു നാട്ടിൽ താമസിച്ചിരുന്നു. അങ്ങനെ ഇവരുടെ അക്രമം മുഖേന ഇങ്ങനെ ചുരമാർഗത്തിലൂടെ ഇറങ്ങി വന്ന നാട്ടുകാരെ ദ്രോഹിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തി പല രൂപത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് പലരെയും തട്ടിക്കൊണ്ടുപോവുകയും കൊള്ളയും കവർച്ചയും കൊലപാതകവും അക്രമങ്ങളുമായി അതാ ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ അതാ ഒരു നാട്ടുകാരെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് ജനങ്ങളാകെ ഈ പ്രത്യേകമായ രൂപത്തിലുള്ള ഫിത്നയുണ്ടാക്കുന്ന ശക്തികളിൽ നിന്ന് പൊറുതിമുട്ടിക്കൊണ്ട് പേടിച്ച് കഴിഞ്ഞു പോരുകയായിരുന്നു. അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ജനങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഈ ശക്തിയെ സംബന്ധിച്ച് ഏത് സമയവും അറ്റാക്കുണ്ടാകുന്നു, ഏത് സമയവും അതാക്രമങ്ങൾ അഴിച്ചുവിടുന്നു, കൊല നടത്തുന്നു, കൊള്ള നടത്തുന്നു, ജനങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നു, പീഡിപ്പിക്കുന്നു. ഇങ്ങനെ ജനങ്ങൾ പേടിച്ചരണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ നാട്ടിലേക്ക് ദുൽഖർനൈൻ എന്നറിയപ്പെടുന്ന ഒരു ചക്രവർത്തി അദ്ദേഹത്തിന്റെ യാത്രാമധ്യേ ആ ജനങ്ങളുടെ നാട്ടിലേക്ക് സന്ദർശിക്കാൻ ഇടവരുന്നത്. നല്ലവനായ ഒരു ഭരണാധികാരിയായിട്ടാണ് ദുൽഖർനൈൻ അറിയപ്പെടുന്നത്. ആ ദുൽഖർനൈൻ എന്ന് പറയുന്ന രാജാവ് ആ സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ നാട്ടിലെ ജനങ്ങൾ ഇങ്ങനെ പേടിച്ചരണ്ടിരിക്കുകയല്ലേ. ഇദ്ദേഹത്തിന്റെ സന്ദർശനം ആ നാട്ടിലെ ജനങ്ങളിൽ വല്ലാത്ത ആനന്ദമുണ്ടാക്കി, ആഹ്ലാദമുണ്ടാക്കി. അവരുടെ ഹൃദയങ്ങളിൽ അവരതാ തങ്ങൾക്കൊരു രക്ഷകനെ കിട്ടിയതുപോലെ, തങ്ങൾക്കൊരു മോചകനെ കിട്ടിയതുപോലെ അവരവരുടെ നാട്ടിലേക്ക് സന്ദർശകനായി വന്നിട്ടുള്ള ഈ ദുൽഖർനൈൻ എന്ന് പറയുന്ന രാജാവിന്റെ അടുത്തേക്ക് കൂട്ടം കൂട്ടമായി ചെന്നുകൊണ്ട് സങ്കടത്തോടെ ഒരു കാര്യം പറയുന്നു. എന്താണ് അവർ പറയുന്നത്? അതാ നമ്മൾ അൽ കഹ്ഫ് സൂറത്തിൽ കേട്ട കാര്യമാണ്. ഖാലൂ, ആ ജനങ്ങൾ പറയാണ്, യാ ദുൽഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർളി ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. അതെ, അത് വിശദമായി കൊണ്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ഇവിടെ റബ്ബുൽ ആലമീൻ പറയുന്നത്? ആ ജനങ്ങൾ ദുൽഖർനൈനെ സമീപിച്ചുകൊണ്ട് പറയാണ്, ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർളി, ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർളി, നിശ്ചയമായും യഅജൂജ് മഅജൂജ് നാട്ടിലതാ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ നാട്ടിൽ വലിയ ഫിത്നയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വേണം? മുഫ്സിദൂന ഫിൽ അർളി ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. ഓ ദുൽഖർനൈൻ രാജാവേ, താങ്കൾ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം. ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രത്യേകമായ കരം നിശ്ചയിച്ചു തരാം. ഈ നാട്ടുകാര് നിങ്ങൾക്ക് സംഭാവന തരാം, നിങ്ങൾക്ക് ശമ്പളം തരാം, നിങ്ങൾക്ക് എന്തു ഭൗതികമായ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം. ഞങ്ങൾക്കൊന്നേ വേണ്ടൂ, ഈ കുഴപ്പക്കാരായ ജനവിഭാഗത്തിന്റെയും ഞങ്ങളുടെയും ഇടയിൽ സദ്ദൻ ഒരു മതിൽക്കെട്ട് നിർമ്മിച്ചു തരണം. ഇവരിറങ്ങി വരുന്ന മാർഗങ്ങൾ അടച്ചിട്ട് തന്നുകൊണ്ട് ഈ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം തരണം. അതിന് നിങ്ങൾക്ക് എന്ത് രൂപത്തിലുള്ള സഹായങ്ങളും ഏത് രൂപത്തിലുള്ള സംഭാവനകളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകാമെന്ന് ദുൽഖർനൈനെ സമീപിച്ചുകൊണ്ട് പീഡിതരായ പാവങ്ങളായ ജനങ്ങളത് ആവശ്യപ്പെടുന്നു, അപേക്ഷിക്കുന്നു. ആ സന്ദർഭത്തിൽ ദുൽഖർനൈൻ പറയുന്നു, ഖാല മാ മക്കന്നീ ഫീഹി റബ്ബീ ഖൈറുൻ ഫഅഈനൂനി ബിഖുവത്തിൻ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ. മഹാനവറുകൾ പറയാണ്, മാ മക്കന്നീ ഫീഹി റബ്ബീ, എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ള സ്വാധീനം, എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ള അധികാരം, എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ള ഐശ്വര്യം, അതൊക്കെയാണ് ഖൈറുൻ, എനിക്ക് ഏറ്റവും ഉത്തമമായതുണ്ട്.
അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിന് പ്രത്യേകം നിങ്ങൾ എനിക്ക് ശമ്പളം തരണ്ട, നിങ്ങളുടെ ആ നിലക്കുള്ള ആനുകൂല്യങ്ങളൊന്നും എനിക്ക് വേണ്ട. എന്റെ റബ്ബ് എനിക്ക് തന്നത് തന്നെ എനിക്കെമ്പാടും ഖൈറായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഫഅഈനൂനി, നിങ്ങൾ എന്നെ സഹായിക്കണം. ബിഖുവത്തിൻ, നിങ്ങളുടെ പവർ കൊണ്ട് നിങ്ങൾ സഹായിക്കണം, നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾ എനിക്ക് പകരം സഹായിക്കണം. അജ്അൽ ബൈനക്കും വബൈനഹും റദ്മാ, എങ്കിൽ ഞാൻ നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഞാനൊരു കോട്ട കെട്ടിത്തരാം, ഒരു മതില് കെട്ടിത്തരാം. നിങ്ങൾ എന്നെ, നിങ്ങളുടെ മാൻ പവർ, നിങ്ങളൊക്കെ എല്ലാവരും അധ്വാനിക്കും, അത് മതി. ഞാനിത് ചെയ്തു തരുന്നതിന് വേറെ ഒന്നും ചെയ്തു തരണ്ട, നിങ്ങളുടെയൊക്കെ അധ്വാനം എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആതൂനി സുബറൽ ഹദീദ്, ഇരുമ്പിന്റെ കട്ടികൾ നിങ്ങൾ കൊണ്ടുവന്ന് തരണം. ഇരുമ്പിന്റെ വലിയ വലിയ കട്ടികൾ നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരണം. അങ്ങനെ അവർ കൊണ്ടുവന്നു കൊടുത്തു. ഹത്താ ഇദാ സാവാ ബൈന സദഫൈൻ, ആ രണ്ട് ഉയർന്നു നിൽക്കുന്ന മലകളുടെ വിടവിലൂടെയാണല്ലോ ഇവർ ഇറങ്ങി വരാറുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് മലകൾക്കും ഇടയിലുള്ള വിടവ് ഇരുമ്പിന്റെ കട്ടികൾ വെച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങനെ ശരിപ്പെടുത്തി. അടുക്കടുക്കായി കൊണ്ട് ഇരുമ്പിന്റെ ആ രൂപത്തിലുള്ള കല്ലുകൾ അങ്ങനെ ഭദ്രമാക്കി, ആ രൂപത്തിലുള്ള വിടവുകൾ അങ്ങനെ ശരിക്കും നികത്തി വെച്ചു. എന്നിട്ട് മഹാനവറുകൾ ജനങ്ങളോട് പറയുന്നു, ഇനി നിങ്ങൾ ഇതിൽ തീ കത്തിച്ചു ഊതണം, നിങ്ങളെല്ലാവരും ശക്തിയായി ഊതണം. ഇത് ശരിക്കും പഴുക്കേണ്ടതുണ്ട്. ഇത് ശരിക്കും ഈ ഇരുമ്പിനെ കത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് ശരിക്കൊരു പ്രത്യേകമായ രൂപത്തിൽ അതിങ്ങനെ ഉരുകുന്ന പരുവം വരണം. അങ്ങനെ അതാ കത്തി ശരിക്കും ഉരുകുന്ന ഒരവസ്ഥയായി. അപ്പോൾ മഹാനവറുകൾ രണ്ടാമത് അവരോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ആതൂനി ഉഫ്രിഗ് അലൈഹി ഖിത്റാ, ഇനി നിങ്ങൾ എനിക്ക് ഉരുക്കിയ ചെമ്പ് കൊണ്ടുവന്നു തരണം, ഉരുക്കിയ ചെമ്പ് കൊണ്ടുവന്നു തരണം, ഞാൻ അതിന്മേൽ കട്ടിയായി ഒഴിക്കാം. അങ്ങനെ ഈ ചൂടായി നിൽക്കുന്ന ഇരുമ്പിന്റെ മുകളിലേക്ക് അതാ പ്രത്യേകമായി തയ്യാർ ചെയ്ത ഉരുക്കിയ ചെമ്പ് കൂടി അതിന്റെ മുകളിലേക്ക് ഉരുക്കി ഒഴിച്ച് ഭദ്രമായ നിലക്ക് അതിന്റെ ഹോളുകൾ പോലും മുഴുവൻ അടക്കപ്പെട്ട് ശക്തമായ നിലക്കുള്ള ഒരു ഇരുമ്പ് മതിലായിട്ട് അങ്ങ് കൃത്യമായി പണിയെടുത്തു കൊടുക്കുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നു, ആ ജനങ്ങൾക്കതാ അതിനെ ഭേദിച്ച് കടക്കാൻ സാധ്യമായില്ല. അതിൽ തുരന്നുകൊണ്ട് തുളയിട്ട് പുറത്തു വരാനും സാധ്യമായില്ല. ഇതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദുൽഖർനൈൻ അവർക്ക് കെട്ടിക്കൊടുത്ത യജൂജ് മഅജൂജിൽ നിന്ന് സംരക്ഷണമേകാൻ കെട്ടിക്കൊടുത്ത ബദിൽ. എന്നാൽ ഇവരിങ്ങനെ ഇവരുടെ പിന്തുടർച്ചക്കാരായി നാശം പിടിച്ച വർഗം ഇവരിങ്ങനെ കാലാകാലം അവിടെ തന്നെ കഴിയുമോ? ആ കെട്ടിയിടപ്പെട്ട അതല്ലെങ്കിൽ കെട്ടി നിർത്തപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. അതെ, അതിലേക്കുള്ള സൂചന നോക്കൂ. ഈ കാര്യം അങ്ങ് ചെയ്തതിന്റെ ശേഷം മഹാനവറുകൾ പറയുന്നു, ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാ വകാന വഅദു റബ്ബി ഹഖ്ഖാ വതറക്നാ ബഅദഹും യൗമഇദി യമൂജു ഫീ ബഅദിൻ വനുഫിഖ ഫിസ്സൂരി ഫജമഅനാഹും ജംആ. സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗങ്ങളിലൂടെയാണ് ഈ കേൾക്കുന്നത്. മഹാനവറുകൾ പറയുന്നു, ഈ പ്രവൃത്തി അങ്ങ് ചെയ്ത് ആ നാട്ടുകാർക്ക് സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്ന ഈ വലിയ ഇരുമ്പ് മതിലങ്ങ് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഇതെന്റെ റബ്ബിൽ നിന്നുള്ള കാരുണ്യമാണ്, എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ള കാരുണ്യമാണ്. ഫഇദാ ജാഅ വഅദു റബ്ബി, ഇനി എന്റെ റബ്ബിന്റെ വാഗ്ദത്തത്തിന്റെ ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം അങ്ങ് വന്നു കഴിഞ്ഞാൽ ജഅലഹു ദക്കാ, ഈ മതിലങ്ങ് പൊട്ടിക്കുന്നതാണ്, ഈ മതിലങ്ങ് തകരും, ഈ മതിലങ്ങ് പൊട്ടിച്ചുകൊണ്ട് അതാ വകാന വഅദു റബ്ബി ഹഖ്ഖാ, എന്റെ റബ്ബിന്റെ കരാറ് അത് സത്യമായും സംഭവിക്കാനുള്ളതാണ്. അങ്ങനെ അതാ ജനങ്ങൾ പുറത്തേക്ക് വന്നാൽ വതറക്നാ ബഅദഹും യൗമഇദി യമൂജു ഫീ ബഅദിൻ, അതാ അവരിൽ ചിലരുടെ മേലെ തിരമാല കണക്കെ എരച്ച് കയറിക്കൊണ്ട് ആക്രമണം നടത്തുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അതിന്റെ ശേഷമാണ് വനുഫിഖ ഫിസ്സൂർ,
സുദൂർ ഫജമഅനാഹും ജംആ. പിന്നെയാണ് അതിന്റെയൊക്കെ ശേഷമായിരിക്കും കാഹളത്തിൽ ഊതപ്പെട്ട് ലോകം നശിക്കുക എന്ന് സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോ സഹോദരങ്ങളെ, അൽ കഹ്ഫ് സൂറത്തിലൂടെ അള്ളാഹു വിശദീകരിച്ചു കഴിഞ്ഞ ഈ യഅ്ജൂജ് മഅ്ജൂജ് അതവിടെ സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അവരിങ്ങനെ കെട്ടിയിടപ്പെട്ട് അവിടെ തന്നെയും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞ ഈ യഅ്ജൂജ് മഅ്ജൂജ് വിഭാഗക്കാർ ഏത് നാട്ടുകാരായിരുന്നു, അവരേത് പ്രദേശക്കാരായിരുന്നു, അതുപോലെ തന്നെ അവരുടെ നിരന്തര അക്രമത്തിന് വിധേയമായ നാടേതാണ്, അവരിറങ്ങി വന്നിരുന്ന രണ്ട് മലകൾക്കിടയിലെ ചുരമാർഗം എന്ന് പറഞ്ഞല്ലോ, ആ ചുരം ഏതാണ്, അവർക്ക് രക്ഷകനായി അവിടേക്ക് എത്തിപ്പെട്ട ദുൽഖർനൈൻ എന്ന് പറയുന്ന രാജാവ് ആരായിരുന്നു, ഏത് കാലത്ത് ജീവിച്ചു, ഇതൊക്കെ മുഫസ്സിറുകൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഒരഭിപ്രായങ്ങളെയും അതാണ് ശരി എന്ന് പറയാൻ പ്രമാണങ്ങളിൽ ഇല്ലാത്തിടത്തോളം നമുക്ക് നിർവാഹമില്ല. പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. മംഗോളിയരാണ്, താർത്താരികളാണ് യഅ്ജൂജ് മഅ്ജൂജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ അവർ ഇറങ്ങി വന്നിരുന്ന രണ്ട് മലകൾ എന്ന് പറയുന്നത് ദാരിയാൽ ചുരമാണ്, ദാരിയാൽ പാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൊക്കേഷ്യയിലെ പ്രത്യേകമായ നിലക്കുള്ള ഒരു പ്രത്യേക ഇരുമ്പ് മതിൽ അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. സൈറസ് രാജാവ് ആണ് ദുൽഖർനൈൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നൊക്കെ പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞു കാണുന്നുണ്ട്. എന്തായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഇസ്ലാമികമായി പരിശുദ്ധ ഖുർആനോ ഹദീസോ ഒരു കാര്യം കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ ആരുടെയും അഭിപ്രായങ്ങൾ അതാണ് ശരി എന്ന് പറയാൻ നമുക്ക് നിവൃത്തിയില്ല. എന്തായിരുന്നാലും അങ്ങനെ ഒരു അക്രമികളായ ഒരു ജനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനത ഭാവിയിൽ വരാനിരിക്കുന്ന പുറപ്പെടാൻ പോകുന്ന ഒരു ജനവിഭാഗത്തെ കുറിച്ച്, യഅ്ജൂജ് മഅ്ജൂജിനെ കുറിച്ച് മറ്റൊരധ്യായത്തിൽ വളരെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചതാണ്. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത് എന്ത്? തായിദാ ഫുതിഹത് യഅ്ജൂജു വമഅ്ജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. യഅ്ജൂജ് മഅ്ജൂജ് തുറന്നിടപ്പെട്ടാൽ അവരെല്ലാ മാർഗങ്ങളുടെയും ജനങ്ങളിലേക്ക് എരച്ചു കയറും. അവരൊരുപാട് അക്രമങ്ങൾ അഴിച്ചുവിടും, ഒരുപാട് പ്രശ്നങ്ങൾ അവർ രാജ്യത്തുണ്ടാക്കി തീർക്കും. അങ്ങനെ പല രൂപത്തിലുള്ള പ്രത്യേകമായ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന ഈ ഭാഗം, ആ വിഭാഗം ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ദജ്ജാലിന്റെ കാലശേഷം, ദജ്ജാലിന്റെ വധത്തിന്റെ ശേഷം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ള സന്ദർഭത്തിലാണ് ഈ കക്ഷികൾ രംഗത്ത് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശേഷണങ്ങളൊക്കെ ചില ഹദീസുകളിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരിക്കൽ അവിടുന്ന് ഖുതുബ നിർവഹിക്കുകയാണ്. സ്വഹാബിമാർ, ആ രംഗത്തിന് സാക്ഷിയായ സ്വഹാബിമാര് പറയുന്നു, വഹുവ ആസിബുൻ നിസ്ബഹു മിൻ ലദ്ഗതി അഖറബിൻ. ഒരു തേള് കുത്തിയിട്ടുള്ള മുറിവ് അവിടുത്തെ വിരലിൽ ഇങ്ങനുണ്ട്. ആ വിരൽ കെട്ടിവെച്ചിട്ടുണ്ട് ഒരു തുണി കൊണ്ട്. അത്രയും അവർ റസൂലുള്ളാഹിനെ കണ്ടതുപോലെ വിവരിക്കുകയാണ്. നബി അവിടുന്ന് ആ മിമ്പറിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ഇന്നക്കും തഖൂലൂന ലാ അദുവ ലക്കും, നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ശത്രുക്കളില്ലെന്ന്. ഇന്നക്കും ലാ തസാലൂന തുഖാതിലൂന അദുവ ഹത്താ യഖ്റുജ യഅ്ജൂജു വമഅ്ജൂജു. അതാ യഅ്ജൂജ് മഅ്ജൂജ് വന്നാൽ സംഭവിക്കാനിരിക്കുന്നത് കേൾക്കണോ സഹാബിമാരെ? എന്നിട്ടതാ യഅ്ജൂജ് മഅ്ജൂജിനെ സംബന്ധിച്ച് ആ വിഭാഗത്തിലെ ആളുകളെ വിവരിക്കുകയാണ്. ഇറാദുൽ വുജൂഹ്, പരന്ന മുഖമുള്ളവരാണ്, പരന്ന വൃത്തത്തിലുള്ള അഥവാ വലിയ മുഖത്തിന്റെ ഉടമകളാണ്. അതേ സിഗാറുൽ ഉയൂൻ, കണ്ണുകൾ വളരെ കുറിയ കണ്ണുകളാണ്, ചെറിയ കണ്ണുകളാണ്, വലിയ മുഖമുള്ളവരാണ്. സുഹുബുൻ, അതേ അവരുടെ മുടികളതാ ഒന്നുകിൽ ചുവപ്പ് നിറമാണ്, അല്ലെങ്കിൽ ചെമ്പിച്ച കളറാണ്. ആ നിലക്കുള്ള ജനവിഭാഗങ്ങളാണ്. മിൻ കുല്ലി ഹദബിയം സിലൂൻ കഅന്ന വുജൂഹുൽ മജാനുൽ മുതറഖ, അടിച്ചു പരത്തപ്പെട്ട പരിചകളെ പോലെ വിശാലമായ വൃത്തത്തിലുള്ള വലിയ മുഖത്ത് ചെറിയ കണ്ണുകളുള്ള ചെമ്പൻ നിറത്തിലുള്ള മുടിയുള്ള ഒരു വിഭാഗം ജനങ്ങളാണ് ഇവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇനി ഇവരുടെ അംഗസംഖ്യ എത്രയാണ്? ഇവരുടെ അംഗസംഖ്യ പറയാതിരിക്കലാണ് ഭേദം. അത്രത്തോളം വലിയ രൂപത്തിലുള്ള അംഗസംഖ്യയാണ്.
ധാരാളക്കണക്കിന് പ്രത്യേകമായ രൂപത്തിലുള്ള ആളുകളാണ് ഇവരെന്ന് പറഞ്ഞല്ലോ. അതേ നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല 999 ആൾ യഅ്ജൂജ് മഅ്ജൂജിന്റെ കൂട്ടത്തിൽ നിന്ന് നരകത്തിൽ പോകുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ അതാ ഒരാൾ സ്വർഗത്തിൽ പോകുന്നു. അത്രത്തോളം അംഗസംഖ്യയിൽ ജനസംഖ്യയിൽ വലിയ രൂപത്തിലുള്ള വ്യത്യാസം. അഥവാ ഇവർ അത്രമാത്രം ഉണ്ടാകും. ഇവരുടെ അംഗസംഖ്യയെ കുറിച്ച് ഇവർ അവസാന കാലത്ത് വന്ന് നാടൊട്ടാകെ കുഴപ്പമുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇവരുടെ ജനസംഖ്യ, ഇവരുടെ അംഗസംഖ്യ എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുവാൻ ഉപോത്ബലകമായ ചില സംഭവങ്ങൾ നമുക്ക് അതാ വേറെയും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് വിവരിക്കുന്നുണ്ട്. അങ്ങനെ ഈ സമൂഹം അങ്ങ് രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവരാ കെട്ട് തകർത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. ഏത് കെട്ട്? ദുൽഖർനൈന് കെട്ടിക്കൊടുത്ത ഭദ്രമായ ഇരുമ്പ് മതിലില്ലേ, സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ ആ മതിൽ, അതിനെ സംബന്ധിച്ച് ഞാൻ വിവരിച്ചു തന്നല്ലോ. ആ വിവരിച്ചു തന്നയിടത്ത് അന്നവർക്ക് അതിനെ ഭേദിക്കാനോ അത് തുളച്ചു പുറത്തേക്ക് വരാനോ സാധ്യമായില്ല. എന്നാൽ അല്ലാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ആ സമയം അന്ത്യനാളിനോടടുത്തങ്ങ് വന്നു കഴിഞ്ഞാൽ അതാ യഅ്ജൂജ് മഅ്ജൂജ് കെട്ട് തകർത്ത് പുറത്ത് വരുന്നതാണ്. നിങ്ങൾ നോക്കൂ, അതിന്റെ ഒരു തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വഹാബത്തിനോട് പറയുകയുണ്ടായി. പ്രവാചകനതാ ഒരിക്കൽ സൈനബ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഖല അലൈഹാ യൗമൻ ഫസിആ. ഒരിക്കൽ സൈനബ റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് അതാ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചുകൊണ്ട് കയറി ചെല്ലുന്നു. നമ്മുടെ ഉമ്മയായ സൈനബ റളിയല്ലാഹു അൻഹ അതാ അവരുടെ അടുത്തേക്ക് പേടിച്ചരണ്ട് കയറി ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബ ഫുതിഹൽ യൗമ മിൻ റദ്മി യഅ്ജൂജ മഅ്ജൂജ മിസ്ലു ഹാദിഹി വഹല്ലഖ ബി ഇസ്ബഇഹിൽ ഇബ്ഹാമ വല്ലതി തലീഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഗൗരവത്തോടെ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുകയാണ്. വൈലുൽ ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബ. ഇതാ ഒരു വലിയ ശർറ് വരാൻ പോകുന്നു. അറബ് ലോകം മനസ്സിലാക്കിക്കോ, ഒരു വലിയ ശർറ് വരാൻ പോകുന്നു. അത് വളരെ അടുത്തു കഴിഞ്ഞു. ഫുതിഹൽ യൗമ മിൻ റദ്മി യഅ്ജൂജ മഅ്ജൂജ മിസ്ലു ഹാദിഹി. ഇതാ ഇത്രത്തോളം യഅ്ജൂജ് മഅ്ജൂജിന്റെ കെട്ട് തുറക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വിരലും തള്ളവിരലും കൂടി ഇങ്ങനെ വട്ടമാക്കി പിടിച്ചു. ഇത്രത്തോളം ദ്വാരം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്, അവര് പുറത്ത് ചാടാനുള്ള ശ്രമത്തിലാണ് എന്നും പറഞ്ഞ് അവിടുന്ന് ഇങ്ങനെ കൈവിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചു. സൈനബ റളിയല്ലാഹു തആല അൻഹ ഇത് കേട്ടപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫനഹ്ലികു വഫീന സ്സാലിഹൂൻ. ഞങ്ങളിൽ സാലിഹീങ്ങൾ ഉണ്ടായിരിക്കെ ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ? നല്ലവരായ ആൾക്കാർ നമ്മിൽ ഉണ്ടാകുമ്പോഴും നമുക്ക് നാശം ഉണ്ടാകുമോ? നമ്മൾ നശിച്ചു പോകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നഅം അതെ, ഇദാ കസുറൽ ഖബസു, വൃത്തികേട് സമൂഹത്തിൽ അധികരിച്ചാൽ നല്ലവരുണ്ടായിട്ടും കാര്യമില്ല, ശിക്ഷ വരുമ്പോ എല്ലാവർക്കും ബാധിക്കും. ശിക്ഷ വരുമ്പോൾ എല്ലാവരെയും പിടികൂടും. ഇതൊരു പൊതുവായ തത്വം അഷ്റഫുൽ ബശർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സമൂഹത്തിൽ ദഅവത്ത് നടത്തേണ്ട പ്രാധാന്യം, സമൂഹത്തിൽ തിന്മ കാണുമ്പോൾ ആ തിന്മക്കെതിരെ പ്രതികരിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യവും കൂടി ഇതിലൊന്ന് മനസ്സിലാക്കണം. അതേ തിന്മകൾ സമൂഹത്തിൽ വളർന്ന് ആ കാലഘട്ടത്തിൽ അതിനെതിരെ സംസാരിക്കാൻ ബാധ്യസ്ഥരായവർ മൗനം പാലിച്ചാൽ ശിക്ഷ വരുമ്പോൾ ആ ശിക്ഷിക്കപ്പെടുന്നത് തിന്മ ചെയ്ത ആളുകൾ മാത്രമാവില്ല, എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നു. അതല്ലേ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ പേടിക്കണേ ഫിത്നതന്നൊരു ഫിത്നയെ. ആ ഫിത്ന എന്ന് വന്നു കഴിഞ്ഞാൽ ആ ഫിത്നയുടെ പ്രത്യേകത ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ അക്രമം പ്രവർത്തിച്ചവരെ മാത്രമല്ല അത് പിടികൂടുക,
വരുമ്പോൾ എല്ലാവർക്കും അത് കിട്ടും. അതുകൊണ്ട് സമൂഹത്തിൽ അരാജകത്വങ്ങൾ വളരാതെ അതിനെതിരെ ദഅവത്തിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകണമെന്ന് മുസ്ലിം സമുദായത്തോട്, മാനവ സമൂഹത്തോട് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഇതാണ് ഇവിടെ ബീവിയുടെ സംശയം. സ്വാലിഹീങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ ശിക്ഷിക്കപ്പെടുവോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി നഅം, അതെ. ഇദാ കസുറൽ ഖബസു, വൃത്തികേട് അധികരിച്ചാൽ ശിക്ഷ പൊതുവായിട്ട് വരും, അതിലെല്ലാവരും കുടുങ്ങും. ഇതാണ് ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറഞ്ഞത്. അപ്പൊ നോക്കൂ, ഇവിടെ എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് തന്നെ ഈ രൂപത്തിലുള്ള ഇരുമ്പ് മതിൽ ഭേദിച്ച് പുറത്തു വരാനുള്ള ശ്രമങ്ങൾ അവരെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് സാധ്യമാകുന്നതിന്റെ മുമ്പ് ഒരു ദിവസം അവർ ചെയ്ത പണിയിലൂടെ അവർക്കൊരൽപ്പം തുളയുണ്ടാക്കാൻ സാധിച്ചാൽ പിറ്റേന്ന് വരുമ്പോഴേക്ക് ആ തുള വീണ്ടും കൂടിയിട്ടുണ്ട്. അവർക്ക് പുറത്തു കിടക്കാൻ സാധിക്കില്ല. അത് നിരന്തരം അങ്ങനെ സംഭവിക്കും. അതേ അവസരത്തിൽ അല്ലാഹു നിശ്ചയിച്ച സമയമെത്തുമ്പോൾ അതാ ഹദീസിൽ നമുക്ക് കാണാം, യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന ഈ ഭീകര ജീവികൾ അവര് പുറത്തു ചാടാൻ വേണ്ടി ഈ മതിൽ എല്ലാ ദിവസവും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ അവർക്ക് സൂര്യപ്രകാശം ഇങ്ങനെ കാണുന്നു എന്ന് തോന്നുമ്പോഴേക്ക് അവരന്ന് പരസ്പരം പറയും, ഇന്ന് നമുക്ക് മടങ്ങിപ്പോകാം, നാളെ വീണ്ടും പണി തുടരാം. ഇതൊക്കെ ഹദീസിലെ വാചകങ്ങളാണ്. ഞാൻ ഹദീസിലെ വാചകങ്ങൾ അർത്ഥം അറബി വായിച്ചുകൊണ്ട് സമയം കളയുന്നില്ല, ആശയങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. എന്നിട്ട് പിറ്റേന്ന് ഇവർ വന്നു നോക്കുമ്പോൾ അവരെടുത്ത പണിയൊക്കെ ബാത്തിലാണ്. വീണ്ടും ആ ദ്വാരങ്ങളൊക്കെ അടഞ്ഞിട്ടുണ്ട്. പിന്നെയും അതാ പിറ്റേന്നും അവർ കുഴിക്കാൻ ആരംഭിക്കുകയാണ്. അവരുടെ ജോലി തകൃതിയായി നടത്തുകയാണ്. അതാ സൂര്യപ്രകാശം കാണാൻ തുടങ്ങി, പുറത്തേക്ക് കടക്കാനാകുന്നു എന്ന് വരുമ്പോഴേക്ക് അപ്പോഴും അവര് പറയുന്നു, ഇർജിഉ, മടങ്ങിപ്പോയിക്കോ, ഫസനഹ്ഫിറുഹു ഗദൻ ഇൻഷാ അല്ലാഹ്. അവരുടെ വാക്കൊരു നാവിൽ നിന്ന് അങ്ങോട്ട് വീണു പോകുന്നു എന്നാണ്. ആ ഒരു പ്രയോഗം അല്ലാഹ് എന്ന് അവർക്ക് ശരിയായ വിശ്വാസമൊന്നുമില്ലെങ്കിലും അല്ലാഹ് എന്നൊരു വാക്ക് ഇൻഷാ അല്ലാഹ് എന്നുള്ള ഒരു പ്രയോഗം അവരിൽ നിന്ന് ഒരു കാലത്ത് വന്നു പോകുന്നു. ഫയഊദൂന ഇലൈഹി, അങ്ങനെ കുറെ കാലം അവരിങ്ങനെ ജോലിയെടുക്കും, പക്ഷേ പുറത്തു കിടക്കാൻ കഴിയുന്നില്ല. അവസാനം പിന്നെ അവർ വരുന്ന ഒരു ദിവസമുണ്ട്, അല്ലാഹ് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ ദിവസം. അന്നവരത് കുഴിക്കാനും തകർക്കാനും നോക്കും. അതാ അങ്ങനെ കുഴിച്ച് അതുപോലെ തന്നെ തുളയിടാൻ ശ്രമിച്ച് ആ ശ്രമത്തിൽ അവർ പിന്നീട് തുടരെയുള്ള ശ്രമങ്ങളിൽ അവർ വിജയിക്കുന്നു. അതിന് തുളയിട്ടുകൊണ്ട് അവർ പുറത്തേക്ക് ചാടുന്നു. അങ്ങനെ പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ഇതൊക്കെ ഹദീസിൽ നമുക്ക് കാണാം. അവര് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് സംഭവിക്കുന്ന കാര്യം, അതാ അവര് ഭൂമിയിലുള്ള അതാ വലിയ തടാകങ്ങളിലുള്ള നദികളിലുള്ള ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ നിലക്കുള്ള നീരുറവകളുള്ള സുപ്രസിദ്ധമായ നദികളിലെ വെള്ളങ്ങൾ പോലും അവർ കുടിച്ചു തീർക്കും എന്നാണ് പറയുന്നത്. ഒരൽപ്പം വിശദമായി കൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് മറ്റൊരു ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കേൾപ്പിക്കട്ടെ. എന്താണ് അവിടെ പറയുന്നത്? അവരതാ യഅ്ജൂജ് മഅ്ജൂജ് പ്രത്യേകമായ നിലയ്ക്ക് ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ ഹദീസിന്റെ തുടക്കത്തിൽ അതാ ഇങ്ങനെ കാണാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ കൊന്നതിന്റെ ശേഷം ദജ്ജാലിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെട്ട മുസ്ലിമീങ്ങളാണ് മഹാനവറുകളുടെ കൂടെയുള്ളത്. അവരുടെ മുഖത്ത് അവിടുന്ന് തടവും. നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടാനുള്ള ഉന്നതമായ പദവികൾ എന്തൊക്കെയാണെന്ന് ആ ജനങ്ങളോട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇരിക്കെ അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാമിന് അറിയിപ്പ് കൊടുക്കും, അതാ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനാവാത്ത ഒരു വൻശക്തി ഇതാ പുറപ്പെടാൻ പോകുന്നു. ഈസാ നബിക്ക് വിവരം കിട്ടും, യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു വലിയ ശക്തി ഇതാ പുറപ്പെടാൻ പോകുന്നു. അതുകൊണ്ട് എന്റെ അടിമകളെയും കൊണ്ട് തൂർ പർവ്വതത്തിലേക്ക് പോയിക്കോ എന്ന് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പനയുണ്ടാകും. ഈസാ അലൈഹിസ്സലാമും മുസ്ലിമീങ്ങളും പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകും. ആ സന്ദർഭത്തിൽ വയബഅസുല്ലാഹു യഅ്ജൂജു വമഅ്ജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, അവരതാ പുറത്തേക്ക് എരച്ച് കയറി ഇറങ്ങി വരികയാണ്. എത്രയാണ് അവരുടെ സംഖ്യ, എത്രയാണ് വലിയ അംഗസംഖ്യയുള്ള വലിയ ജനക്കൂട്ടമാണ്. ഫയമുറു അവായിലുഹും,
ആ സംഘത്തിന്റെ ഒന്നാം നിരയിലുള്ള ആളുകൾ അവര് നടന്നു പോകും. അലാ ബുഹൈറത്തി തബിരിയ, തബിരിയ തടാകത്തിന്റെ സമീപത്തുകൂടെ. വലിയ വെള്ളം വന്ന് കെട്ടി നിൽക്കുന്ന ഒരറിയപ്പെടുന്ന ഒരു നദിയായിരിക്കുമെന്ന് തബിരിയ തടാകം. ആ തബിരിയ തടാകത്തിന്റെ സമീപത്തുകൂടെ ഈ യജൂജ് മഅജൂജ് എന്ന വൻശക്തിയുടെ ആദ്യ നിര കടന്നു പോകും. നോക്കണം നിങ്ങൾ, എല്ലാം അവിടുന്ന് പഠിപ്പിച്ചു തരാൻ. സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാ. തബിരിയ എന്ന പേരിലുള്ള ആ തടാകത്തിന്റെ അരികിലൂടെ ഇവരിലെ ആദ്യ സംഘം ഇങ്ങനെ അതിന്റെ മുൻനിര നടന്നു പോകും. ഫയശ്റബൂന മാ ഫീഹാ, ആ തടാകത്തിലെ വെള്ളം മുഴുവൻ അവർ കുടിച്ചു തീർക്കും. എത്രയായിരിക്കും അപ്പൊ അവരെ അംഗസംഖ്യ? നമുക്ക് കണക്കൂട്ടാൻ കഴിയില്ല. അതേ, എത്രത്തോളം അവർ കുടിച്ചു തീർത്തു എന്നറിയാമോ? വയമുറു ആഖിറുഹും, അതേ ഈ വൻശക്തിയുടെ പിന്നിര അങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഫയഖൂലു, അവര് പറയും, ലഖദ് കാന ബിഹാദിഹി മറത്തൻ മാ, ഇവിടെ വെള്ളം നല്ലോണം ഉണ്ടായിരുന്നുവല്ലോ, വെള്ളം ധാരാളമായി ഉണ്ടെന്ന് കേട്ട ഒരു പ്രത്യേക തടാകമാണല്ലോ ഇത്, ഇതെന്താ വറ്റിക്കിടക്കുന്നത് എന്ന് പിന്നിരയിലുള്ള ആളുകൾ എത്തുമ്പോഴേക്ക് മറ്റവന്മാര് കുടിച്ചു തീർത്ത് വറ്റി വരണ്ടിരിക്കുന്നു. അത്ര വലിയ അംഗസംഖ്യ. സഹീഹ് മുസ്ലിമിലെ വാചകങ്ങളാ കൽപ്പിക്കുന്നത്. അങ്ങനെ ആ നിലക്ക് അത്രയും കുടിച്ചു തീർക്കാവുന്ന അംഗസംഖ്യ. നബിയുല്ലാഹി, പിന്നീട് പറയുന്നു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നു? അദ്ദേഹം അവിടെ പ്രതിരോധിക്കപ്പെടുകയാണ്. അദ്ദേഹവും സത്യവിശ്വാസികളായ ആളുകളും അവർ പ്രത്യേകമായ നിലക്കുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അവർക്കൊരു കാര്യത്തിലും രക്ഷയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. അവരൊറ്റപ്പെട്ടിരിക്കുകയാണ്, അവര് വളയപ്പെട്ടിരിക്കുകയാണ്. എത്രത്തോളം അവർക്കന്ന് ക്ഷാമമുണ്ടാകും, എത്രത്തോളം അവർക്കന്ന് പ്രതിസന്ധിയിൽ അവരകപ്പെടും ഇവർ വന്നു കഴിഞ്ഞാൽ. ഒരു കാളത്തലയായിരിക്കും ലിയഹദിഹിം, അവരിൽ ഒരാൾക്ക് ഖൈറൻ, ഏറ്റവും ഉത്തമമായി തോന്നുക, മിൻ മിഅത്തി ദീനാർ ലിയഹദികുമുൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങളിൽ ഒരാളുടെ കയ്യിൽ 100 സ്വർണ്ണ നാണയം ഉണ്ടെങ്കിൽ അതിനേക്കാൾ അക്കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിനും വിശ്വാസികൾക്കും വന്ന് ഈ 100 ദീനാറിനേക്കാൾ വിലപ്പെട്ടതായി തോന്നുക ഒരു കാളത്തലയായിരിക്കും. ഒരു സൗറിന്റെ തല, അത്രയും ക്ഷാമം, വറുതി, ഒരു കാളത്തലയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നത്ര വറുതിയും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും മുഅ്മിനീങ്ങൾ അന്ന് അകപ്പെടും എന്നാണ്. മാത്രമല്ല ഇവരെല്ലാ പ്രദേശങ്ങളിലൂടെയും നാശങ്ങൾ വാരിവിതറുകയാണ്. നാശങ്ങൾ വാരിവിതറിയിട്ട് കിട്ടാവുന്നിടത്തോളം ആളുകളെ അവർ കൊല്ലുകയാണ്. അതേ സന്ദർഭത്തിലതാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും മുഅ്മിനീങ്ങളും കിട്ടാവുന്ന കോട്ടകളിലും അതുപോലെ തന്നെ മലയിടുക്കുകളിലും എല്ലാ പ്രാന്തപ്രദേശങ്ങളിൽ എവിടെയൊക്കെ കയറി സംരക്ഷണം അവർക്ക് കിട്ടുമോ അവിടെയൊക്കെ അവർ കയറി പറ്റിയിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ യജൂജ് മഅജൂജിന്റെ ധിക്കാരികൾ ഇങ്ങനെ വിളിച്ചു പറയും, ഹൗലായി അഹ്ലുൽ അർളി ഖദ് ഫറഗ്നാ മിൻഹും, ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരെയും നമ്മൾ കൊന്നു കഴിഞ്ഞു, എല്ലാവരെയും നമ്മൾ കശാപ്പ് ചെയ്തു കഴിഞ്ഞു. ഇനി ബഖിയ അഹ്ലുസ് സമാ, ഇനി ആകാശത്തേക്ക് നമുക്കൊന്ന് അമ്പയ്യാം. അങ്ങനെ അവർ മുകളിലേക്ക് അമ്പയ്യുമ്പോൾ രക്തം പുരണ്ട നിലക്കുള്ള അമ്പായിട്ടാണ് മടങ്ങി വരിക. അള്ളാഹുവിന്റെ പരീക്ഷണം. അവർ മേലുള്ള ആൾക്കാരെയും കൊന്നിരിക്കുന്നു എന്നവർക്ക് അഹങ്കാരം മൂത്ത് തോന്നിക്കുന്ന നിലക്ക് പ്രത്യേകമായ നിലക്കുള്ള ചില ആയുധങ്ങൾ അവർ ഉപയോഗപ്പെടുത്തും. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, അന്ന് അവർ ഉപയോഗപ്പെടുത്തുന്ന ആയുധങ്ങൾ ഇവരുടെ അംഗസംഖ്യയും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഉതകുന്നതാണ്. അന്ന് അവരുപയോഗപ്പെടുത്തുന്ന ആയുധങ്ങളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, 7 കൊല്ലം അന്നത്തെ മുസ്ലിമീങ്ങൾക്ക് ഇവർ വിട്ടേച്ചു പോയിട്ടുള്ള ആയുധങ്ങൾ കത്തിക്കാൻ തികയുമെന്നാണ് ഹദീസുകളിൽ പറയുന്നത്. അപ്പോ ഇന്ന് റോക്കറ്റും ബോംബും അതുപോലെ തന്നെ വലിയ അധുനാധുന ആയുധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ യുദ്ധങ്ങൾ നടക്കുന്നത്. അവസാന കാലഘട്ടത്തിൽ ഈ യുദ്ധങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന അധുനാധുന ഉപകരണങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് പഴയ കാലത്തുള്ള
ആ രൂപത്തിലുള്ള ആയുധങ്ങളിലേക്ക് ഇവർ തിരിച്ചു പോകും എന്ന സൂചനയാണ് ഇതിൽ നിന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ വിശദീകരണ മധ്യേ നമുക്ക് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ വിട്ടേച്ചു പോകുന്ന ഇവരുടെ അമ്പും അതുപോലെ തന്നെ ഇവരുടെ ആയുധങ്ങളൊക്കെ കത്തിക്കാൻ പറ്റാവുന്ന നിലക്കുള്ള ആയുധങ്ങൾ അവരുടെ കൈകളിൽ ഉണ്ടാകും. അത് അവർക്ക് 7 കൊല്ലത്തോളം മുസ്ലിമീങ്ങൾ കത്തിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ, എത്രയായിരിക്കും അവരുടെ അംഗസംഖ്യ. അവരുടെ നാശത്തെ സംബന്ധിച്ചിടത്തോളം അതാ ഹദീസിൽ നമുക്ക് വളരെ കൃത്യമായി തന്നെ അവരെപ്പോൾ പുറപ്പെടും, എന്തെല്ലാം ഫസാദുകളാണ് അവരുണ്ടാക്കുക എന്ന് വളരെ കൃത്യമായി തന്നെ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വിവരിച്ചു തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് കേൾക്കാം. ഈ യഅ്ജൂജ് മഅ്ജൂജ് അവര് വന്നു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ ഈസാ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ തന്നെ അനുയായികളും അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന നേരത്ത് ഫയർഗബു നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈ പ്രയാസങ്ങൾ കൊണ്ട് മുഅ്മിനീങ്ങൾ പൊറുതിമുട്ടുമ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള അന്നത്തെ മുഅ്മിനീങ്ങളും അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യും. റബ്ബേ, നീ ഞങ്ങളെ രക്ഷിക്കണം, റബ്ബേ നിന്റെ കാവൽ ഞങ്ങൾക്കുണ്ടാകണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ സന്ദർഭത്തിൽ ഫയുർസിലുല്ലാഹ്, അല്ലാഹു അയക്കും അലൈഹിം ഈ യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന ശക്തികൾക്ക് മീതെ അയക്കും. അന്നഗഫ ഫീ റിഖാബിഹിം, സഹീഹ് മുസ്ലിമിലെ വാചകങ്ങളാണ് കൽപ്പിക്കുന്നത്. അന്നഗഫ ഫീ റിഖാബിഹിം, അവരുടെ പിരടികളിലതാ, അവരുടെ കഴുത്തുകളിലതാ ഒരു രോഗം പ്രത്യക്ഷപ്പെടുന്നു. ഈ ഭീകരന്മാരായ മല്ലന്മാരായ ഈ ഭീകരന്മാരായ ആളുകളുടെ കഴുത്തിൽ, അവരുടെ പെരടിയിലതാ ഒരു തരം പുഴുക്കൾ പ്രത്യക്ഷപ്പെടുന്നു. നഗഫ് എന്നാണ് ഹദീസിൽ കാണുന്നത്. അത് സാധാരണയായി അറബ് രാജ്യത്ത് ഒട്ടകങ്ങളുടെയും ആടുകളുടെയും ഒക്കെ മൂക്കിൽ കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള ചെറിയ പുഴുക്കൾക്കാണ് പറയുക. അത്രത്തോളം വലുപ്പമുള്ള, കണ്ടാൽ വലിയ വലുപ്പമൊന്നുമില്ലാത്ത ചെറിയ വലുപ്പത്തിലുള്ള ഒരു തരം പുഴുക്കളതാ ഇവരുടെ ശരീരത്തിൽ കഴുത്തിലതാ എല്ലാവരെയും ബാധിക്കുന്നു. റബ്ബയക്കുന്ന പട്ടാള ആനക്കലഹ സംഭവത്തിൽ നമുക്കറിയാം. ഫഅർസല അലൈഹിം ത്വയ്റൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ, അല്ലേ, ചുട്ടുപഴുത്ത കല്ലുകൾ വാരി വിതറുന്ന ഒരു തരം പക്ഷികൾ അവരതാ അങ്ങോട്ട് ആ കല്ലുകൾ വിതറിയപ്പോൾ ആനയടക്കമുള്ള സർവ്വതും എന്തായി എന്നാ ഖുർആൻ പറയുന്നത്? ആ രൂപത്തിലുള്ള നാശത്തിന് വിധേയമായി എന്ന് പറഞ്ഞില്ലേ? ഇതാ അവസാന സന്ദർഭത്തിൽ ഇത് നടക്കുകയാണ്. അല്ലാഹു അതാ പ്രത്യേകമായൊരു മാരകമായ രോഗം, ഒരു തരം പുഴുക്കൾ അവരുടെ ശരീരത്തിൽ പടരുകയാണ്. ഫയുസ്ബിഹൂന ഫർസാ കമൗതി നഫ്സിൻ വാഹിദ, അതേ ഒറ്റയടിക്കങ്ങ് ചത്തൊടുങ്ങുകയായി. എല്ലാവരും അങ്ങോട്ട് ചത്തൊടുങ്ങുക, ഒരൊറ്റ ശരീരം മരിക്കുന്നത് പോലെ സർവ്വരെണ്ണ സമയത്ത് ഇതങ്ങ് ബാധിക്കുന്നതോടുകൂടി സർവ്വ യഅ്ജൂജ് മഅ്ജൂജിന്റെ ആളുകളും നശിക്കുകയായി, ചത്ത് വീണുകയായി. അപ്പോഴോ സുമ്മ യഹ്ബിതു നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, പിന്നീട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും വസ്വഹാബുഹു, അതേ മുഅ്മിനീങ്ങളായ ആളുകളും അവരിപ്പോൾ പർവ്വതനിരയിലാണല്ലോ ഉള്ളത്. അവരതാ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഫയുർസിലുല്ലാഹു ത്വയ്റൻ കഅനാഖിൽ ബുഖ്തി ഫതഹ്മിലുഹും ഫതത്റഹുഹും ഹൈസുമാ ശാ അല്ലാഹ്. അവരിങ്ങോട്ട് ഇറങ്ങി വന്നു നോക്കുമ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താണ്? ഇവിടെ നാറിയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങാൻ വയ്യ. ഈ ശവങ്ങൾ കൂട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. വൃത്തികെട്ടവരന്തരീക്ഷമാണ്. ആ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമ്പോൾ ഫലാ യജിദൂന ഫിൽ അർളി, ഈസാ നബിയും വിശ്വാസികളും ഭൂമിയിലേക്ക് വന്നു നോക്കുമ്പോൾ ഫലാ യജിദൂന ഫിൽ അർളി മൗളിയ ശിബിരിൻ, ഭൂമിയിൽ ഒരു ചാണ് സ്ഥലം പോലും ബാക്കിയില്ല. ഇല്ലാ മലഹു സഹമുഹും വനതുനുഹും, ഈ ശവശരീരങ്ങളുടെ, ഈ ചത്തുവീണ ശവശരീരങ്ങളുടെ ദുർഗന്ധം നിറഞ്ഞിട്ട് നടക്കാനാവുന്നില്ല. ആ സന്ദർഭത്തിൽ ഫയർഗബു നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം വസ്വഹാബുഹു ഇലല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാമും വിശ്വാസികളും റബ്ബിനോട് ദുആ ചെയ്യുന്നു. റബ്ബേ, ഇവരെ ഒന്ന് നീക്കണ്ടേ,
എങ്ങനെ ഇവിടെ ജീവിക്കും? വല്ലാത്ത ദുർഗന്ധം. ആ വിഷമം റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ഫയുർസിലുല്ലാഹു തൈറാ, അല്ലാഹ് ചില പക്ഷികളെ അയക്കും. എങ്ങനത്തെ പക്ഷികളാണ്? കാഇനാത്തിൽ ബുഖ്തി. ബുഖ്ത് എന്ന് പറയുന്നത് ഖുറാസാൻ പ്രദേശത്തുള്ള ഒട്ടകങ്ങൾക്ക് സമാനമായ അവയുടെ ഒട്ടകങ്ങളുടെ കഴുത്തുകൾ സാധാരണ ഒട്ടകങ്ങളുടെ കഴുത്തിനേക്കാളും നീളക്കൂടുതലുണ്ടെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ആ നിലക്ക് നീണ്ട കഴുത്തുകളുള്ള രൂപത്തിലുള്ള ചില പക്ഷികളെ അല്ലാഹ് അങ്ങ് പറഞ്ഞേക്കുകയാണ്. ഫതഹ്മിലുഹും, ആ ശവശരീരങ്ങളെ ആ പക്ഷികളതാ കൊത്തി വഹിച്ചു കൊണ്ടുപോകുന്നു. ഫതത്റഹും ഹൈസു മാ ശാ അല്ലാഹ് ഉദ്ദേശിച്ചിടത്തേക്ക് എവിടെയാണെന്നറിയില്ല. ഈ പക്ഷികൾ ഈ ശവശരീരങ്ങളെ കൊത്തി വലിച്ചു കൊണ്ടുപോകുന്നു. പിന്നീട് അതാ ഭൂമി വൃത്തിയാക്കണ്ടേ. സുമ്മ യുർസിലുല്ലാഹു മത്തറാ, അല്ലാഹ് അതാ ഒരു മഴ പെയ്യിപ്പിക്കുന്നു ഭൂമിയിൽ. ലാ യകുന്നു മിൻഹു ബൈതു മദരിൻ വലാ വബരിൻ ഫയഗ്സിലുൽ അർള ഹത്താ യത്റുകഹാ കസ്സലഫതി. അതാ ഒരു തേച്ച് മിനുക്കി വൃത്തിയാക്കപ്പെട്ട കണ്ണാടിക്ക് സമാനം മഴ പെയ്യുമ്പോൾ ഭൂമിയെ അതാ റബ്ബ് കഴുകി വൃത്തിയാക്കുന്നു. ഒരു രൂപത്തിലുള്ള അവശിഷ്ടങ്ങളും നാറ്റവും ദുർഗന്ധവും ഒന്നുമില്ല, ഒരു മാലിന്യമില്ല. ആ നിലക്ക് ഭൂമി വൃത്തിയാക്കപ്പെട്ടു. പിന്നീട് സുമ്മ യുഖാലുലിൽ അർളി, ഭൂമിയോട് പറയപ്പെടും അൻബിത്തി സമറതകി, നിന്റെ ഫലങ്ങളെയൊക്കെ നീ കായ്പിക്കൂ, നിന്റെ ഫലങ്ങളെയൊക്കെ നീ ഉൽപ്പാദിപ്പിക്കൂ. വറുത്തി ബറകതകി, നിന്നിലുള്ള അനുഗ്രഹങ്ങൾ, നിന്നിലുള്ള പുരോഗതികൾ, നിന്നിലുള്ള അനുഗ്രഹങ്ങൾ നീ മടക്കി തരോ ഭൂമിയിലേക്ക്. അതാ ഭൂമിയിൽ പിന്നെയും മുളപൊട്ടുകയാണ്, സസ്യലതാദികൾ വളരുകയാണ്, ഫലവർഗ്ഗങ്ങൾ വളരുകയാണ്. ഒരു സംഘത്തിന് ഒരു റുമ്മാൻ പഴം കഴിച്ചാൽ പോലും അവർക്ക് ധാരാളം അത് മതിയാകും. അതിന്റെ തൊലി കൊണ്ടവർക്കതാ പ്രത്യേകമായ നിലക്ക് അവർക്ക് പ്രത്യേകം ഒരു വീടിന്റെ ഉപകാരം അവർക്ക് കിട്ടുന്ന നിലക്ക് വെയിലിൽ നിന്ന് സുരക്ഷിതത്വം നൽകാൻ അത് മതിയാകും. അതുപോലെ തന്നെ ഒരു വലിയ സംഘത്തിന് ഒരൊട്ടകത്തിന്റെ പാല് മതിയാകും, ഒരു പശുവിന്റെ പാല് ഒരു ഗോത്രത്തിന് മതിയാകും, ഒരാടിൽ നിന്ന് ലഭിക്കുന്ന പാല് എത്രയോ ആളുകൾക്ക് മതിയാകും. അത്രത്തോളം വലിയ ബറക്കത്തുകൾ പാലിലൂടെ, സസ്യലതാദികളിലൂടെ, മാംസത്തിലൂടെ ഒക്കെ സമുദായത്തിന് കൈവരുന്ന ഏറ്റവും പ്രത്യേകമായ ഒരവസ്ഥയാണ് അന്ന് വന്നു ചേരുക. ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരവസ്ഥയാണ് പിന്നീട് ഉണ്ടാകുന്നത്. എല്ലാ പ്രയാസങ്ങളും നീങ്ങി, അതാ ദജ്ജാൽ വധിക്കപ്പെട്ടില്ലേ, യജൂജ് മൗജൂജിന്റെ ശല്യവും കഴിഞ്ഞില്ലേ, ഈസാ നബി അലൈഹിസ്സലാമും വിശ്വാസികളും അതാ ഭൂമിയിൽ അവർക്ക് എല്ലാ സുരക്ഷിതത്വവും നൽകപ്പെട്ടിരിക്കുകയാണ്. ആ സന്ദർഭം മുതൽക്ക് ഈസാ നബി അലൈഹിസ്സലാമിന്റെ മറ്റേ ദൗത്യങ്ങളൊക്കെ പിന്നെ ആരംഭിക്കുകയാണ്. എന്താണ് മഹാനവറുകളുടെ ദൗത്യം? അദ്ദേഹം വന്നത് മറ്റൊരു ശരീഅത്തുമായിട്ടല്ല, മറ്റൊരു നബിയായിട്ടല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉത്തമരായ അനുയായിയായി കൊണ്ടാണ് വന്നത്. അദ്ദേഹം നിസ്കരിച്ചത് ആദ്യം അദ്ദേഹം ഫജ്റിനല്ലേ ഇറങ്ങിയത്, ഫജ്ർ നിസ്കരിച്ചത് അന്നത്തെ ഇമാമിന്റെ പിന്നിലല്ലേ. അതേ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളെ നടപ്പിലാക്കാനാ പിന്നെ മഹാനവറുകൾ ശ്രമിക്കുക. പിഴച്ചുപോയ എല്ലാ കക്ഷികളെയും നിർമാർജനം ചെയ്യാൻ, സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവരെയൊക്കെ അടിച്ചമർത്താൻ തന്നെയാണ് അദ്ദേഹം വരുന്നത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദൗത്യം വിശദീകരിക്കുന്നു. യജൂജ് മൗജൂജിന്റെയും നാശത്തിന്റെ ശേഷം മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്? والذي نفسي بيده ليوشكن أن ينزل فيكم ابن مريم حكما عدلا. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ നബി തങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവിടുന്ന് നമുക്ക് വിശദീകരിച്ചു തരുന്നു. എന്ത്? എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ലയൂഷികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം, ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം നിങ്ങളിൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹക്കമൻ അദ്ലാ, അതല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഹക്കമൻ ആദിലാ, നീതിമാനായ ഭരണാധികാരിയായി കൊണ്ട് മഹാനവറുകൾ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഫലയക്സിറന്ന സലീബ്, ക്രിസ്ത്യാനികൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന
അവര് വലിയ മഹത്വം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുരിശിനെ അവിടുന്ന് തല്ലി തകർക്കുന്നതാണ്, അത് പൊട്ടിച്ചു കളയുന്നതാണ്. വലയഖ്തുലന്നൽ ഖിൻസീർ, പന്നിയെ വധിച്ചു കളയുക തന്നെ ചെയ്യുന്നതാണ്, പന്നികളെ മുഴുവൻ കൊല്ലുന്നതാണ്. വലയദഅന്നൽ ജിസിയ, ജിസിയ കൊടുത്തുകൊണ്ട് ഒന്നുകിൽ ഇസ്ലാമാവുക, അതല്ലെങ്കിൽ ജിസിയ കൊടുക്കുക എന്നൊരു സമ്പ്രദായമുണ്ടല്ലോ, അത് ഇദ്ദേഹം വരുന്ന ഈ കാലം വരെ മാത്രമേ ഉണ്ടാകൂ. ശേഷം ഈ നിയമം ഉണ്ടാവില്ല, ഇസ്ലാം അല്ലാതെ ഇനി സ്വീകരിക്കപ്പെടൂല എന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് മഹാനവറുകൾ കരം വാങ്ങുന്ന സമ്പ്രദായം നിർത്തിവെക്കുന്നതാണ്, ജിസിയ വാങ്ങുന്ന സമ്പ്രദായം നിർത്തിവെക്കുന്നതാണ്. വലതുതറകന്നൽ ഖിലാസ്, സമ്പത്ത് എത്രത്തോളം വന്നുണ്ടാകുമെന്നോ ആളുകൾക്ക് പണത്തോട് ആർത്തിയില്ല, ആളുകൾക്ക് പണത്തോടൊന്നും ആർത്തി ഉണ്ടാവില്ല. വലതുതറകന്നൽ ഖിലാസു, നല്ല കറവുള്ള ഒട്ടകത്തെ പോലും ആളുകൾക്ക് വേണ്ട, കറവുള്ള ഒട്ടകം പോലും അതാ ആളില്ലാതെ അലഞ്ഞു തിരിയുകയാണ്, മുതലാളിമാരില്ല, ഒട്ടകങ്ങളുണ്ട്, ആർക്കും വേണ്ട. ഫലായുസ് അലൈഹാ, അതിന് വേണ്ടി കടിവി കൂടാൻ ആളില്ല, അത് സ്വന്തമാക്കാൻ അധ്വാനിക്കാൻ ആളില്ല. വലതദ്ഹബന്ന ശഹനാ, അന്ന് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ പകയില്ല, വത്തബാഹുദു വിദ്വേഷമില്ല, വത്തഹാസുദു അസൂയയില്ല, അസൂയയില്ലാത്ത പരവിദ്വേഷമില്ലാത്ത, അതുപോലെ തന്നെ മനസ്സിൽ പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന അവസ്ഥയെന്നില്ലാതെ എല്ലാവരും ഒരേ മനസ്സ് തന്നെ. വലയുദഅവന്ന ഇലൽ മാലി ഫലാ യഖ്ബലുഹു അഹദുൻ, പണം കൊണ്ടിങ്ങനെ നടക്കുകയാണ്, പക്ഷേ ആർക്കും വേണ്ട, ആർക്കും പണം വേണ്ട, പണത്തോട് താല്പര്യമില്ല. അന്നത്തെ ദിവസം പിന്നെ ഹത്താ തകൂന സജദത്തുൽ വാഹിദത്തു ഖൈറൻ മിനദ് ദുനിയാ വമാ ഫീഹാ, ആ സന്ദർഭം വരുമ്പോൾ മുഅ്മിനുകൾക്ക് അന്ന് ദുനിയാവും അതിലുള്ള എല്ലാത്തിനേക്കാളും ഖൈറായിട്ട് അവരുടെ മനസ്സിൽ തോന്നുന്നത് ഒരു സുജൂദായിരിക്കും. ഒരു സുജൂദിന്റെ വില ദുനിയാവിന് മുഴുവൻ കൊടുത്താലും ഇല്ല. ദുനിയാവും അതിലുള്ള എല്ലാ വിഭവങ്ങളെക്കാളും അന്നത്തെ മുഅ്മിനിന് വലിയ വില തോന്നുന്ന ഒരു സുജൂദാണ്. എന്താണ് കാരണം? അവർക്കന്ന് ശരിക്കും ബോധ്യമായി, ഇതാ പരലോകം വഴത്തേക്ക് പോകാൻ പോകുന്നു, ലോകം അതാ നശിക്കാൻ പോവുകയാണ്, പറയപ്പെട്ട എല്ലാ തെളിവുകളും ഏതാണ്ടെല്ലാം കണ്ടു കഴിഞ്ഞു. ഇരു ദുനിയാവിനെന്ത് വിലയാണ്, ഇവിടുത്തെ വിഭവങ്ങൾക്ക് എന്ത് വിലയാണ്? ഒരു സുജൂദെങ്ങാനും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അവിടെ പരലോകത്ത് ഞങ്ങൾക്ക് കിട്ടുമല്ലോ സ്വർഗത്തിൽ. അതുകൊണ്ട് ദുനിയാവിനെന്ന് വിലയില്ല, അവിടുത്തെ വിഭവങ്ങൾക്കെന്ന് വിലയില്ല. ഒരു സുജൂദിനാണെന്ന് ദുനിയാവിന്റെ എല്ലാ വിഭവങ്ങളെക്കാളും അന്നത്തെ മുഅ്മിനീങ്ങൾ വില കൽപ്പിക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഹത്താ തകൂന സജദത്തുൽ വാഹിദ ഖൈറൻ മിനദ് ദുനിയാ വമാ ഫീഹാ. ഇമാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കണം, അങ്ങനത്തെ ഒരവസ്ഥ ലോകത്ത് സംജാതമാകും. അതിനെപ്പറ്റി, ആ കാലഘട്ടത്തെ പറ്റി ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. തൂബാലി ഐശിൻ ബഅദൽ മസീഹ്, മസീഹായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവിന് ശേഷം അന്നത്തെ ജനങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിനതിരില്ല. എത്ര വലിയ സന്തോഷമുള്ള ജീവിതമായിരിക്കും, അത്രത്തോളം അവരുടെ മനസ്സിന് സന്തോഷമാണ്. ആ ഒരു സന്ദർഭമാണ് വരാനിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇനി സഹോദരന്മാരെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര കാലമാണ് ജീവിക്കുക? ഈസ നബി ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അതാ പന്നികളെ വധിച്ചു കളയുകയാണ്. ഇസ്ലാമികമായിട്ട് എല്ലാ കാര്യങ്ങളോടും എതിർത്ത് നിൽക്കുന്ന യഹൂദി പോയിട്ടുണ്ട്, നസറാനി പോയിട്ടുണ്ട്. അവരുടെ എല്ലാ ആചാരങ്ങളും അവരുടെ എല്ലാ ചിഹ്നങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് എല്ലാതിലൊക്കെയുള്ള ഈമാനികമായ ആവേശം വന്നു ചേർന്നിട്ടുണ്ട്. അവർക്കിടയിൽ അതിലൊക്കെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫയംകുസു ഫിൽ അർളി 40 സന, 40 കൊല്ലക്കാലം മഹാനവറുകൾ ജീവിക്കും. 40 കൊല്ലം ജീവിക്കുമെന്നാണ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നത്. 40 കൊല്ലത്തെ ജീവിതത്തിന്റെ ശേഷം പിന്നീട് മഹാനവറുകൾ മരണപ്പെടും.
ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പ് നടന്നത് അദ്ദേഹത്തിന്റെ ശരീരവും ആത്മാവും അടക്കം ഭൗതികമായ ലോകത്ത് നിന്ന് റബ്ബദ പ്രത്യേകമായ കേന്ദ്രത്തിലേക്ക് ജീവനോടെ ഉടലോടെ അങ്ങ് ഉയർത്തിയതാണ്. മരണം നടന്നിട്ടില്ല. ഇനി എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞതാണല്ലോ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ രുചിക്കേണ്ടത് തന്നെയാണ്. ഈസാ നബിക്കും അത് ബാധകമാണ്, ഈസാ നബി അലൈഹിസ്സലാമിനും അത് ബാധകമാണ്. അതിങ്ങോട്ട് ഇറങ്ങി വന്ന് 40 കൊല്ലക്കാലത്തെ ജീവിതത്തിന്റെ ശേഷം മഹാനവറുകളും അതാ സ്വാഭാവിക മരണം മരിക്കുന്നു, വഫാത്താകുന്നു. വയുസല്ലി അലൈഹിൽ മുസ്ലിമൂൻ, അന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളെല്ലാം മഹാനവറുകൾക്ക് വേണ്ടി ജനാസ നിസ്കരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ എവിടെയാണ് മഹാനവറുകളുടെ ഖബറടക്കം നടക്കുക? എവിടെയാണ് നമുക്കറിയില്ല, ഹദീസുകളിൽ കാണുന്നില്ല. അതേ അവസരത്തിൽ ദുർബലമായ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും അടുത്ത് അവിടെയായിരിക്കും മഹാനവറുകളെ അടക്കം ചെയ്യപ്പെടുക എന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. പക്ഷേ അത് മഖബൂലായ സ്വീകാര്യയോഗ്യമായ പദവിയിൽ എത്തിയ ഒരു റിപ്പോർട്ടല്ല. അതുകൊണ്ട് നമുക്കത് പറയാനും സാധ്യമല്ല. അല്ലാഹു അഅലം. ഇനി സഹോദരങ്ങളെ, അദ്ദേഹം ഇറങ്ങി വന്ന് അന്നത്തെ ഫജ്ർ നമസ്കരിച്ചു എന്ന് പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെയുള്ള ഒരു ഹജ്ജും ഉംറയും കൂടി മഹാനവറുകൾ നടത്തുമെന്നാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തിന്റെ മുമ്പ് ഒരു ഹജ്ജും ഉംറയും അദ്ദേഹം നടത്തും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി ലയുഹില്ലന്ന ഇബ്ന മർയം ബിഫജ്ജിർ റൗഹാഇ ഹാജ്ജൻ ഔ മുഅ്തമിറൻ ഔ ലയസ്നിയന്നഹുമാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെ സത്യം റസൂലുള്ളാഹി സത്യം ചെയ്ത് പറയുന്നു. എന്താണ് സത്യം ചെയ്തിട്ട് നമ്മുടെ നേതാവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ലയുഹില്ലന്ന ഇബ്നു മറിയമ, ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം അതാ പ്രത്യേകമായി തൽബിയത്ത് ചൊല്ലിയിട്ട് പ്രത്യേകം അദ്ദേഹം ഹജ്ജിനും ഉംറക്കും പ്രവേശിക്കും. ബിഫജ്ജിർ റൗഹാ, ഫജ്ജുർ റൗഹാ എന്ന പ്രദേശത്ത് വെച്ച്, മക്ക മദീനക്കിടയിലുള്ള ഒരു സ്ഥലമായിട്ടാണ് അത് അറിയപ്പെടുന്നത്. അവിടെ വെച്ച് മഹാനവറുകൾ തൽബിയത്തും ചൊല്ലി ഇതിന് പുറപ്പെടും. ഏതിന്? ഒന്നുകിൽ ഹജ്ജൻ, അല്ലെങ്കിൽ ഹജ്ജിനായി, ഔ മുഅ്തമിറൻ, അതല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി, ഔ ലയസ്നിയന്നഹുമാ, അല്ലെങ്കിൽ ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ മഹാനവറുകൾ അവിടെ വെച്ച് പ്രത്യേകമായി അതിനുവേണ്ടി പുറപ്പെടുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൂടി മഹാനവറുകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിസ്കാരം നടത്തി, അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അവസാനം ഹജ്ജും ചെയ്തിട്ടാണ് മഹാനവറുകളുടെ വഫാത്ത്, ഹജ്ജും ഉംറയൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടായി തീരുക എന്നുകൂടി നമുക്ക് ഹദീസുകൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഹദീസുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വഹീഹായ ഹദീസുകളിലൂടെ തന്നെ ധാരാളം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ശേഷമാണ് എല്ലാവർക്കും അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള മരണം മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനും സംഭവിക്കും. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണം നടക്കുക. മറ്റേത് ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞ ഇന്നീ മുതവഫീക എന്ന് പറഞ്ഞാൽ മരിപ്പിക്കുമെന്നല്ല, നിന്നെ പൂർണ്ണമായി എന്റെ അടുക്കലേക്ക് ഏറ്റെടുക്കും, എന്നിലേക്ക് ഉയർത്തും എന്നുള്ളതാണ്. അപ്പോ ആ വിഷയത്തിലൊന്നും ഒരു തർക്കത്തിന് കാരണം ഇല്ല. പലരുടെയും ദുർവാശിയും പ്രമാണങ്ങൾ സ്വീകരിക്കുവാനുള്ള മാനസികമായ ഒരു വിസമ്മതവുമൊക്കെയാണ് ഇത്തരത്തിലുള്ള പല കൃത്യമായ അവതരണങ്ങളെയും നിഷേധിക്കുവാനും അവയോടൊരു പരിഹാസ സ്വരത്തിൽ സംസാരിക്കുവാനും പല ആളുകളെയും പ്രേരിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ ഗുരുതരമായ ഒരു വ്യതിയാനമാണ്. അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും തേടേണ്ടതാണ് അത്തരത്തിലുള്ള സംഘങ്ങളിലും കക്ഷികളിലും ഒന്നും പെട്ടുപോകാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ മഹാരഥനായ ഈ പ്രവാചകന്റെ ചരിത്രവും ഇവിടെ അവസാനിക്കുകയാണ്. സഹോദരങ്ങളെ 1079 ക്ലാസുകളിലൂടെയായി ഇന്നത്തോടെ 79 പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ മഹാന്മാരായ പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പര ആരംഭിച്ചിട്ട് ഇന്നേക്ക് 79 പ്രഭാഷണമായി.
അതിന്റെ മുമ്പ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ള മഹാരഥനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചായിരുന്നു മറ്റു പ്രവാചകന്മാരെ സംബന്ധിച്ചൊക്കെ പറയുന്നതിന്റെ മുമ്പ് നമ്മൾ വിശദീകരിച്ചു പോയത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ പ്രവാചകൻ എന്ന പേരിൽ 49 പ്രഭാഷണങ്ങളിലൂടെ ആ വിഷയവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെ 79 ഈ പ്രഭാഷണങ്ങളും 49 പ്രഭാഷണങ്ങളിലൂടെ അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള ചരിത്ര വിവരണങ്ങളും പൂർത്തിയായി. അങ്ങനെ 128ഓളം പ്രഭാഷണങ്ങളിലൂടെയായി പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന നമ്മുടെ ഈ പഠന പരമ്പര ഇവിടെ സമാപിക്കുകയാണ്. വലിയ സന്തോഷം തോന്നുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വിഷയം തുടങ്ങുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു മോഹമുണ്ടായിരുന്നു, റബ്ബേ ഇത് പൂർത്തീകരിക്കുവാൻ തൗഫീഖ് തരണേ എന്ന്. 2-2.5 വർഷത്തോളമായി തുടർച്ചയായി നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനായ വ്യക്തി എന്ന നിലക്ക് അവതരിപ്പിച്ചെടുത്ത്, വിഷയങ്ങൾ കൈകാര്യം ചെയ്തെടുത്ത്, ആയത്തുകൾ പാരായണം ചെയ്തെടുത്ത്, ഹദീസുകൾ വായിച്ചെടുത്ത്, അറബി ഇബാറത്തുകൾ വായിച്ചെടുത്തൊക്കെ ചിലപ്പോൾ ഗ്രാമർ മിസ്റ്റേക്കുകളോ അതുപോലെ തന്നെ അകാരങ്ങൾ ഉകാരമായി പോയതോ അതുപോലെയുള്ള അക്ഷരത്തെറ്റുകളോ അതുപോലെയുള്ള മാനുഷികമായ അബദ്ധങ്ങളോ ഒക്കെ സംഭവിച്ചിരിക്കാം. ഇത് കേൾക്കുന്ന ഏത് ശ്രോതാക്കളും ആ നിലക്കുള്ള ഏത് അബദ്ധങ്ങളെയും കാണിച്ചു തരുന്നത്, ചൂണ്ടിക്കാണിച്ചു തരുന്നത്, ഇനി മറ്റേതെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അതും സൂചിപ്പിച്ചു തന്നാൽ ഇൻഷാ അല്ലാഹ് അത് തിരുത്തും, യാതൊരു സംശയവുമില്ല. പറഞ്ഞു പോയില്ലേ ഇനി തിരുത്തൂല എന്ന മനസ്ഥിതിയൊന്നും ആർക്കുമില്ല സുഹൃത്തുക്കളെ. അത്തരം ചിന്താഗതിയിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അബദ്ധങ്ങൾ സ്വാഭാവികമാണ്. ആ അബദ്ധങ്ങൾ ആര് ചൂണ്ടിക്കാണിച്ചാലും വസ്തുനിഷ്ഠമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണെങ്കിൽ തിരുത്തുന്നതാണ്. ഇത്തരത്തിലുള്ള ശ്രോതാക്കളോടും അനുവാചകരോടുമൊക്കെ വളരെയേറെ നന്ദിയുള്ള മനസ്സേയുള്ളൂ, സന്തോഷമേയുള്ളൂ. എന്നാലും അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കാം. അള്ളാഹുവിനോട് തേടുകയാണ്, അള്ളാഹുവേ മനഃപൂർവ്വം ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല അബദ്ധങ്ങൾ, എന്നാൽ മാനുഷികമായി വല്ലതും സംഭവിച്ചിരിക്കാം. ഞാൻ വളരെ ഗൗരവത്തോടുകൂടെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, മഹാരഥന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് ഇന്ന് വരെ ഒരു ചീത്തയായ ചിന്തയും നമ്മുടെ മനസ്സുകളിലേക്ക് കയറി വന്നിട്ടില്ല. കാരണം അവരൊക്കെ മഹാരഥന്മാരാണ്. ബൈബിളിൽ പറയപ്പെട്ടതുപോലെ അതല്ലെങ്കിൽ യഹൂദികൾ പ്രചരിപ്പിച്ചതുപോലെ മറ്റുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് ഇന്നുവരെ നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്നവൻ തെറിച്ചു പുറത്തു പോകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ക്രൈസ്തവ ലോകം പോലും അവർ ഏറെ ആദരിക്കുന്നു എന്ന് പറയുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ അവരുടേതായ സുവിശേഷങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സ്വന്തം പെറ്റു നൊന്തുപെറ്റ സ്വന്തം ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഹേ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ ഖുർആൻ പറഞ്ഞത് എന്റെ ഉമ്മയോട് ഏറെ സ്നേഹം കാണിക്കുന്ന, ഏറെ പുണ്യം കാണിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പഠിപ്പിച്ച ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ സുവിശേഷത്തിൽ പറയുന്നത് ഹേ സ്ത്രീ, ഹേ പെണ്ണേ എന്ന് മഹദിയായ മറിയമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം യേശു പറഞ്ഞു എന്നാണ്. നമ്മളത് അംഗീകരിക്കുന്നില്ല. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. മാത്രമല്ല ക്ഷിപ്രകോപിയായിരുന്നു എന്ന്, എടുത്തുചാട്ടക്കാരനായിരുന്നുവെന്നും പറഞ്ഞത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ അടിച്ച് കോട്ടക്കകത്തിനൊന്ന് പുറത്തേക്കിട്ടു എന്നൊക്കെ ചില സുവിശേഷങ്ങളിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല മദ്യത്തിന്റെ വിതരണക്കാരനായി മാറിയെന്നും പച്ചവെള്ളം വീഞ്ഞാക്കി അത്ഭുതം കാണിച്ച് അണികളെ കൊണ്ട് മദ്യം കുടിപ്പിച്ചു എന്നവരെ ഒരു വിരുന്നു സൽക്കാരത്തിൽ, കാനായിലെ വിരുന്നു സൽക്കാരത്തിൽ വീഞ്ഞു തീർന്നപ്പോ ഉള്ള പച്ചവെള്ളത്തിന്റെ ഭരണികളൊക്കെ കൊണ്ടുവരാൻ പറയുകയും ആ പച്ചവെള്ളമൊക്കെ കള്ളാക്കി വീഞ്ഞാക്കിയിട്ട് കുടിക്കാൻ കൊടുത്തു എന്നൊക്കെയുള്ള ഒരിക്കലും അംഗീകൃതമല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശമുണ്ട്. തീർന്നില്ല. ഒരു യാത്രാമധ്യേ അദ്ദേഹവും അനുയായികളും കൂടെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ നല്ല വിശപ്പ് തോന്നിയപ്പോ അത്തിമരത്തിന്റെ സമീപത്തേക്ക് നല്ല ഇലകൾ ഇടതൂർന്നു നിൽക്കുന്ന ഒരു അത്തിമരം ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അത്തിമരത്തിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോ അതിൽ ഇലകൾ മാത്രമേ ഉള്ളൂ, പഴങ്ങളൊന്നുമില്ല. ദേഷ്യം പിടിച്ചിട്ട് ആ അത്തിമരത്തെ ശപിച്ചു എന്നാണ് യേശു. എന്താ പറഞ്ഞത്? ഇനി നിന്നിൽ നിന്ന് ഒരാളും ഒരു കായയും ഭക്ഷിക്കാതിരിക്കട്ടെ
നിന്നിൽ നിന്ന് ഒരാളും ഇനി യാതൊന്നും ഭക്ഷണം കിട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുവെന്നും ആ അത്തിമരം പിന്നെ ഉണങ്ങിയെന്നും എന്നൊക്കെയുള്ള കഥകളൊക്കെ സുവിശേഷങ്ങളിൽ നിറഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്ത് മഹാരഥന്മാരായ പ്രവാചകന്മാരെ ആദരിക്കേണ്ട നിലക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ലോകത്തുണ്ടെങ്കിൽ അത് മുസ്ലിമീങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും നമ്മൾ നമ്മുടെ അഖീദ അങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്, ആമന റസൂലു എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ നബിമാരെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, അവന്റെ ദൂതന്മാരിൽ ഒരാൾക്കിടയിലും ഞങ്ങൾ ഒരു വിവേചനം കൽപ്പിക്കുന്നില്ല. ഇന്നയാള് മോശക്കാരനാണ്, ഇന്നയാള് പോക്കാണ്, ഇന്നയാളാ നല്ലതുള്ളൂ, മറ്റതൊക്കെ പോക്കാണ് എന്നൊരു വിശ്വാസം നമുക്കില്ല. യഹൂദികൾ അങ്ങനെയാണ്. യഹൂദികൾ ഈസാ നബിയെ അംഗീകരിച്ചില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അംഗീകരിച്ചില്ല. നസ്രാനികളോ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അംഗീകരിച്ചില്ല. മാത്രമല്ല പല നബിമാരെയും അവർ കേവലം രാജാക്കന്മാരായിട്ടാണ് പറഞ്ഞത്. അങ്ങനെയുള്ള യാതൊരു നിലക്കുള്ള പോറലുകളും ഇല്ലാതെ കൃത്യമായി പ്രവാചക ലോകത്തെ മുഴുവനും അംഗീകരിക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ നമ്മൾ. അതുകൊണ്ട് ആവർത്തിച്ച് പറയാണ്, ഒരു നബിയെ സംബന്ധിച്ചും നമുക്കിടയിൽ ഒരു നിലക്കുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. എല്ലാവരും മഹാരഥന്മാർ, എല്ലാവരും പാപസുരക്ഷിതർ, എല്ലാവരും പരിശുദ്ധർ, എല്ലാവരും നേതാക്കന്മാർ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് റബ്ബ് എന്താ പറഞ്ഞത്? ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, ഉലൈകല്ലദീന ഹദല്ലാഹ്. അമ്പിയാക്കളെ കുറിച്ച് സൂറത്തുൽ അൻആമില് ധാരാളം 10-18 നബിമാരെ ഒരൊറ്റ പേജിലൂടെ ഇങ്ങനെ എണ്ണി പറഞ്ഞിങ്ങനെ പോന്നതിന്റെ ശേഷം അല്ലാഹ് പറയാണ്, ഉലൈകല്ലദീന ഹദല്ലാഹ്, ഉലൈകല്ലദീന ഹദല്ലാഹ്. ഈ ആളുകളൊക്കെ അല്ലാഹുവിന്റെ നേർമാർഗം കിട്ടിയ ആളുകളാണ്, അല്ലാഹ് നേർവഴിയിലേക്കാക്കിയ മഹാന്മാരാണ് ഇവരൊക്കെ. ഇനി പറഞ്ഞ വാചകമാണ് നമ്മുടെ മനസ്സിൽ, ഫബിഹുദാഹു മുഖ്തദിഹ്. നബിയോട് പറയാണ്, നബിയേ അവരുടെ സന്മാർഗത്തെ നീയും പിന്തുടരുക. ആ എല്ലാ നബിമാരുടെയും അവരെ മുഴുവനും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ കടമപ്പെട്ടവരാണ് നമ്മൾ. അതാണ് നമ്മുടെ ഈ പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന പഠന പരമ്പരയിൽ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ധാരാളം ഇൽമുള്ള ആളുകൾ അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇനിയും കൂട്ടിച്ചേർക്കാനുണ്ടാകും. നമ്മുടെ പരിമിതമായ അറിവിലും നമ്മുടെ പരിമിതമായ പരിശോധനയിലും ദീൻ പഠിക്കുന്ന അതല്ലെങ്കിൽ ഇൽമ് അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് കിട്ടാവുന്നിടത്തോളം ഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ടും പരിചയത്തിലുള്ളതും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളിലൂടെയുമൊക്കെ ഗുരുവര്യന്മാരോടും പണ്ഡിത വരേണ്യരോടുമൊക്കെ അന്വേഷിച്ചുമൊക്കെയാണ് ഈ വിഷയം ഇവിടെ പൂർത്തിയാക്കുന്നത്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഖലിതങ്ങളും തെറ്റുകളും ഉണ്ടാവാം, സൂചിപ്പിക്കണം, അറിയിക്കണം എന്നുണർത്തുകയാണ്. ഈ വലിയ രൂപത്തിൽ ഈ ഒരു വിഷയം, ഈ തുടർച്ചയായി നമ്മൾ പറഞ്ഞ ഈ 128ഓളം വരുന്ന ഈ വിഷയം സമൂഹത്തിന്റെ ഇടയിലേക്ക് എത്തണം, ആളുകളിലേക്ക് അത് ധാരാളമായി വിതരണം ചെയ്യപ്പെടണം. അതുകൂടി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരുടെ കൂടെ സ്വർഗം പങ്കിടാൻ തൗഫീഖ് ലഭ്യമാകുന്ന മഹാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊരു സ്വാലിഹായ അമലായി എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായ നിലക്ക് ഈ ഉള്ളവൻ സംസാരിച്ചതും നിങ്ങൾ ഓരോരുത്തരും ശ്രവിച്ചതും അല്ലാഹു ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ മഹാന്മാരുടെ കൂടെ സ്വർഗം പങ്കിടാനും നമുക്ക് ഈ സ്വാലിഹായ അമൽ ഒരു കാരണമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിന് ഇനിയും ധാരാളം ഖിദ്മത്തും സേവനങ്ങളും ചെയ്യുവാനുള്ള തൗഫീഖും അറിവും ഈമാനും ഇഖ്ലാസും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഅഖ്തഅനാ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഅഖ്തഅനാ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഅഖ്തഅനാ. റബ്ബനാ اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.